കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ സ്ഥലം മാറിപ്പോയ 3 ഇൻസ്പെക്ടർമാർക്ക് പകരം ഉദ്യോഗസ്ഥരെ നിയമിക്കാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. 3 ഇൻസ്പെക്ടർമാരും ഒരു വനിതാ ഉദ്യോഗസ്ഥയും ഉൾപ്പെടെ 22 ജീവനക്കാരാണ് കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ 3 ഷിഫ്റ്റുകളിലായി 24 മണിക്കൂർ ജോലി ചെയ്യുന്നത്. സ്ഥലം മാറിയ ഇൻസ്പെക്ടർമാർക്ക് പകരം ഉദ്യോഗസ്ഥരെ നിയമിക്കാതെ ഇരട്ടി ഇൻസ്പെക്ടർക്ക് അധിക ചുമതല നൽകിയിരിക്കുകയാണ്. ഇതോടെ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കേരള-കർണാടക അതിർത്തിയിലെ ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റുമെന്നാണ് ആശങ്ക. മയക്കുമരുന്ന് ഉൾപ്പെടെ നിരവധി ലഹരി വസ്തുക്കൾ അനധികൃതമായി എത്തുന്ന കൂട്ടുപുഴ അതിർത്തിയിൽ ഇൻസ്പെക്ടർമാർ ഇല്ലാതെ വരുന്നത് ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഇരിട്ടിയിലെ ഇൻസ്പെക്ടർക്ക് അധിക ചുമതല ഉണ്ടെങ്കിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ചെക്ക് പോസ്റ്റിൽ ഇത് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. ഈ മാസം 14 മുതൽ ഓണം സ്പെഷ്യൽ ഡ്രൈവ് കൂടി ആരംഭിക്കുമ്പോൾ ആവശ്യത്തിന് അധികാരികൾ ഇല്ലാത്തത് ചെക്ക് പോസ്റ്റിലെ പരിശോധനയ്ക്ക് പ്രതിസന്ധി നേരിടും. ഇൻസ്പെക്ടർ ഇല്ലാത്ത സാഹചര്യത്തിൽ പരിശോധനാ സമയത്ത് നിയമവിരുദ്ധ ഉൽപ്പന്നങ്ങൾ പിടികൂടിയാൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. ഡ്യൂട്ടി ഉദ്യോഗസ്ഥൻ എത്തി നടപടി സ്വീകരിക്കുന്നതിന് കൂടുതൽ സമയം ഉൾപ്പെടെ നഷ്ടപ്പെടുന്നതോടെ ചെക്ക് പോസ്റ്റിന്റെ സുഗമമായ നടത്തിപ്പിനെയും ഇത് ബാധിച്ചേക്കാം. കൂട്ടുപുഴ ചെക്ക് പോസ്റ്റ് കൂടാതെ പാപ്പിനിശ്ശേരി, തലശ്ശേരി, ശ്രീകണ്ഠാപുരം, പയ്യന്നൂർ റേഞ്ചുകളിലും സ്ഥലം മാറിപ്പോയ നിലവിൽ ഇൻസ്പെക്ടർമാർക്ക് പകരം നിയമനം നടത്തിയിട്ടില്ല. ഫോഴ്സിൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥർ ഇല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ചെക്ക് പോസ്റ്റുകളിലെ പ്രതിസന്ധി കമ്മീഷണറെ അറിയിച്ചിട്ടുണ്ടെന്നും ഉടനടി പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്നും അധികൃതർ അറിയിച്ചു. ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വർണം സ്നേഹമാണ്. MS Golden Diamonds, മെയിൻ റോഡ്, ഇരിട്ടി. വിലമതിക്കാനാവാത്ത ആത്മബന്ധം. തുരുത്തിയിൽ ഫർണിച്ചർ, പേരാവൂർ റോഡ്, ഇരിട്ടി.